ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും മനോഹരമായ ഒരു പ്രഭാതം ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി കണ്ടോ, ഇത് ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റി നട്ടതാണ്. ഇപ്പോൾ വളരെ ഉയരത്തിൽ ഇങ്ങനെ വളർന്നിട്ടുണ്ട്. ഇത് നല്ല മനോഹരമായിട്ട് ഹെലിക്കോണിയയുടെ കൂടെ പനിനീർ പുഷ്പങ്ങളും അതിൻ്റെ കൂടെ ഈ ഒരു ചെടിയും കൂടി ഇടകലർത്തി ഇങ്ങനെ വെച്ചതാണ്. ഒരു ഗ്യാപ്പും ഇല്ലാതെ ഇങ്ങനെ എല്ലാം ഒന്നിച്ച്, സ്ഥലക്കുറവായതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഒന്നിച്ച് വളർത്തിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നല്ല മനോഹരമായി എല്ലാം നല്ല കരുത്തോടെ വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിയിലുണ്ടാക്കുമ്പോഴും അത് കുറേ വലുതായതുകൊണ്ട് ഞാനിത് നിലത്തേക്ക് ഇങ്ങനെ മാറ്റി നട്ടതാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഏറ്റവും ഒരു ഉന്മേഷം കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടുന്നത് എന്ന് പറയുന്നത് ഈ ഒരു ചെടിത്തോട്ടത്തിലേക്ക്, ഈ പൂന്തോട്ടത്തിലേക്കൊക്കെ ഇറങ്ങുമ്പോഴാണ്. രാവിലെ തന്നെ ഒന്ന് ഫ്രഷ് ആകാനും ഒന്ന് മനസ്സൊന്ന് ആശ്വാസം കൊള്ളാനും ഒക്കെ വേണ്ടി നമ്മൾ പൂന്തോട്ടത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അല്ലാതെ നമുക്ക് അടുക്കളയിൽ തന്നെ നിൽക്കുമ്പോൾ ഒരു മടുപ്പും ഒക്കെ തോന്നും. എനിക്ക് ഇങ്ങനെ ഓരോരോ സാധനം അടുപ്പത്ത് വെച്ച് ഞാനിങ്ങനെ മുറ്റത്ത് തന്നെ ആയിരിക്കും എപ്പോഴും. ഞാൻ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് ഞാൻ മുറ്റത്ത് തന്നെ ആയിരിക്കും. അകത്ത് കയറി നിൽക്കുന്നത് കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു എനിക്ക്. ചെടികൾക്ക് വെള്ളമൊഴിക്കുമ്പോഴും അതിനെ പരിചരിക്കുമ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെ എവിടെയും കിട്ടാനില്ല. അപ്പോൾ ഈ ഒരു ചെടി കണ്ട്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇത് നല്ല മണമുള്ള ഒരു പൂ പിടിക്കുന്ന ഒരു ചെടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് പറയണേ കേട്ടോ. അപ്പോൾ ഈ ഓരോ ചെടികൾ, ഇത് ജറബറ ചെടിയാണ്. ജറബറ എന്ന് പറയുന്ന ആ ഒരു ചെടിയാണ്. അപ്പോൾ നല്ല മനോഹരമായ പുഷ്പം ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ എനിക്ക് പുഷ്പം പൂ പിടിച്ചിട്ടില്ല, ധാരാളം തൈകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി മാറ്റി വേറെ നട്ടെങ്കിൽ ചിലപ്പോൾ നല്ല വാണിജ്യ സാധ്യതയുള്ള ഒരു പുഷ്പം കൂടിയാണ് ഈ ജറബറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇത് അരോലിയാണോ അങ്ങനെ എന്തോ പറയുന്ന ഒരു ചെടിയാണ്. ശരിക്കുള്ള പേര് എനിക്ക് ഈ പുതിയ ചെടികളുടെ പേരൊന്നും അങ്ങനെ ഓർമ്മയിൽ നിൽക്കാറില്ല. നമുക്ക് സാധാരണ നമ്മൾ പണ്ടൊക്കെ വീട്ടിൽ വളർത്തുന്ന പിന്നെ കൊണ്ടപ്പൂ, ചെമ്പരത്തി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പേര് ഓർമ്മ കിട്ടും. പക്ഷേ ഇതൊക്കെ ഒരിക്കൽ കേട്ടെങ്കിൽ പിന്നെയും അത് മറന്നു പോകും. അങ്ങനെയാണ് എനിക്ക്. അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ ശരിയായ പേര് അറിയുമെങ്കിൽ ഒന്ന് പറയണേ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ നുള്ളി കൊടുത്തെങ്കിൽ ഇത് നല്ല റൗണ്ട് ഷേപ്പിലായി നല്ല മനോഹരമായ ഒരു ബോൾ പോലെ ഇങ്ങനെ നല്ല മനോഹരം